കല്യാണം പ്രമാണിച്ചെന്താണ് പീലിംഗ് ആദ്യം ചെയ്യാൻ പോണേ? മോന്റെ പടം കണ്ടു. എന്താ നല്ല ഭംഗിയുള്ള മോനാണ്. ചക്കിക്കത്തെ ചങ്കരം പോലത്തെ ഒരു പയ്യനാന്നൊക്കെ പറഞ്ഞു. അങ്കിളുടെ മോൻ എന്നേലും പ്രായമുണ്ട് കേട്ടോ. ചേച്ചിക്ക് എന്റെ അതിന്റെ അപ്പുറം പ്രായമുണ്ട്. എന്നിട്ട് അങ്കിൾ എന്നെ കാണുമ്പോ എന്നെ പെങ്ങളായെന്ന് വിളിക്കും. ഞാൻ പെങ്ങളോ? നല്ല പ്രായമുണ്ട്. എന്താ പാറു? അതെ, പാവയ്ക്കത്തോരൻ വെക്കണം. പാവയ്ക്ക കൊണ്ട് എന്താ പുതിയ വിഭവമാണോ? പാവയ്ക്ക വെള്ളത്തോരൻ. പാവയ്ക്ക വെള്ളത്തോരൻ. വെള്ളത്തോരൻ. അതെ, കുട്ടിയുടെ കല്യാണമൊക്കെ തീരുമാനിച്ചു. നിശ്ചയമൊക്കെ. ഇനി വിഭവം എന്നും ഉണ്ടാവണം അവിടെ. സമൃദ്ധമായിരിക്കണം. തീർച്ചയായും വേണം. ആരോഗ്യം കാത്തു സൂക്ഷിക്കണ്ടേ? സൗന്ദര്യം നമ്മുടെ കാരണവന്മാരുടെ. അതെ, ജിമ്മിൽ പോയിട്ട് രാവിലെ വന്നിട്ടുള്ള ഇരിപ്പ. ഇനി അവിടെ ഇരുന്നൊരു ഉറക്കം. ചേട്ടനെ വിളിക്കാൻ, ചേട്ടനെ ഇപ്പൊ ജോലിക്ക് കയറിയ കാരണം വിളിക്കാൻ പറ്റണില്ല. ഇവിടെ ഒരാളും ഉറക്കത്തില. എന്താ പറഞ്ഞേ? ജോലി ചെയ്യുന്ന ആളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്താ അവിടെ എനിക്കും അപ്പോഴത്തേക്കും ബുബേ അവിടെ കിടന്നോളൂ. അവിടെ കിടന്നോ, വേഗം ആവട്ടെ. അവിടെയാണോ കിടക്കണേ? ശരി. കല്യാണം പ്രമാണിച്ചെന്താണ് പീലിംഗ് ആദ്യം ചെയ്യാൻ പോണേ? സ്കിന്നിന്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയറിന് മറ്റേ ശോഭനയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ള വെലോറ ഓർഗാനിക്സിന്റെ പ്രൊഡക്ട്സ് വാങ്ങണം. കാശിലാണ് ഈശ്വര കല്യാണം എന്ന് പറഞ്ഞത്. പീലിംഗ് എവിടെ ചെയ്യണേ? പീലിംഗ് നമ്മുടെ ഇവിടെ പറൂരുള്ള ഉഷാദേവി ചേച്ചി, ഉഷ ചേച്ചിയുടെ യു ബ്രൈഡൽസ് പാർലറിൽ. ഓക്കെ. പാവയ്ക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൊത്തി അരിയാന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുനു 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 അരിഞ്ഞിട്ടുണ്ട്. അതെ, ഒരു സവാള, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഞാൻ ഒരു വലിയ പച്ചമുളക് പറഞ്ഞ എടുത്തേക്കണത്. ആവശ്യത്തിന് നാളികേരം. ഇത്രേ ഉള്ളൂ. വെരി സിമ്പിൾ ടു കുക്ക് ആൻഡ് വെരി സിമ്പിൾ ടു ഈറ്റ്. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ. എന്താ അവിടെ പാചകം ചെയ്യൂ? പാറുവിന്റെ പാചകം സൂപ്പറാ. റൊട്ടേഷൻ ചെയ്തിട്ട് ഭംഗി കൂടി. എന്താ അവിടെ? ആ ചിരട്ട. തേങ്ങ എണ്ണാൻ പോണോ മുമ്പേ? അത് അണ്ണാക്കിൽ കുത്തി കയറും. നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളി വെച്ചിട്ട് ഒന്ന് കടുവറക്കണം. കടുവറ. ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടാക്കിയിരുന്ന അതൊക്കെ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല, അടുക്കളയിൽ ഇരിക്കാൻ പാടില്ല. ഹോസ്റ്റലില് ഉണ്ടാക്കുന്ന തോരനൊക്കെ ഇങ്ങനെയായിരുന്നു. ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോ സവാള അരിഞ്ഞിടും, ക്യാബേജ് അരിഞ്ഞിടും, ഒരു ഇതേപോലത്തെ പീസ് ഉണ്ട്. അതിന് മുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്പങ്ങോട്ട് തിരുമ്പും. എന്നിട്ട് ചുമ്മാ എടുത്തിട്ട് വേവിച്ചെടുക്കും. അതായിരുന്നു എന്റെ തോരൻ. ഇതേപോലെ അത് പാറുവിന്റെ മോളല്ലേ, അതറിയാം. പണി അല്ലാണ്ട് എന്താ മടി? ഇത് എന്റെ റെസിപ്പി അല്ല, ഇത് നിങ്ങളെ ചിറ്റമ്മയുടെ മോളുടെ റെസിപ്പിയാണ്. അടിപൊളി. സന്ധ്യ വന്നപ്പോ ചെയ്തു തന്ന റെസിപ്പിയാണ്. സൂപ്പറാ. ഞാൻ തോരൻ ഉണ്ടാക്കാറുണ്ട്. അത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളത്. ഇത് വെള്ളത്തോരൻ സന്ധ്യയുടെ റെസിപ്പിയാണ്. ഇപ്പൊ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. അതാണ് അതിന്റെ സ്പെഷ്യൽ. പിന്നെ കടുവറക്കാനുള്ളത് എടുക്കട്ടെ. രണ്ട് കറിവേപ്പിലും കല്യാണം കഴിക്കാൻ പോലെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല. കല്യാണം കഴിക്കുന്ന ആളെ കൂടെ പണിയെടുപ്പിക്കണ്ടേ? ഒറ്റയ്ക്ക് പോയി ജീവിക്കുമ്പോ ഇതൊക്കെ ചെയ്യണ്ടേ? അപ്പൊ മോശാ. ഉടുപ്പ് കൊള്ളാല, പഴയതാ. സൂപ്പറാണൊക്കെ. പാകായി. LKG-യിലുള്ളതാ. ഞാനുണ്ടല്ലോ ട്രിപ്പിൾ എക്സൽ ആയിട്ടോണ്ടിരുന്ന ഡ്രസ്സ്
ട്രിപ്ലെക്സിൽ ചില കമ്പനിയുടെ ഡബിൾ എക്സൽ അത് ഈ താഴെ ചിന്തിച്ചിട്ട് പോലുള്ള സ്വപ്നത്തില്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ടോപ്പ് വാങ്ങി. ട്രിപ്പിൾ എക്സലും അല്ല, ഡബിൾ എക്സലും അല്ല, എക്സലും അല്ല, ലാർജ് മേടിച്ചിട്ടു ഞാൻ. സൂപ്പർ. നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ആ ഡ്രസ്സിങ്ങനെ. അതും എനിക്ക് ലൂസ് ആയിരുന്നു. ലാർജ് വാങ്ങിയിട്ടിട്ട് പൊടിക്ക് ലൂസ് ആയിരുന്നു. ശരിയാട്ടോ. കുശുമ്പി എനിക്ക് എന്തിനാ കുശുമ്പ്? എന്റെ വണ്ണം പറഞ്ഞു. നിന്റെ വണ്ണം പറഞ്ഞാൽ എനിക്ക് കുശുമ്പോ? ബ്ലൗസ് ഇതാണ് ആക്ച്വലി സാരിയുടെ ബ്ലൗസ്. ഇതിട്ട് കാണാറില്ല കണ്ടോ? സൂപ്പർ. എന്റെ ബാബു സുന്ദരിയായില്ലേ, വണ്ണൊക്കെ കുറച്ച്. ശരിയായി. ഇതാരോ പറഞ്ഞത്? ഓ മരിമോൻ. പാറ ഒരു 26 വർഷങ്ങൾക്ക് മുമ്പും സുന്ദരിയായിരുന്നു. അതെ, അതല്ല ഞാൻ വർഷത്തിന് മുമ്പ്. അതിനു മുമ്പ് അത് ഞാൻ കൊണ്ടുവന്നതല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിച്ച? 10-35 വർഷമായി. 26. എന്റെ മോനെ ഒരു വയസ്സ് മൂപ്പ്. പറ എത്ര? അപ്പൊ 27 ആയിരിക്കും. 27 എങ്ങനെ ഇരിക്കണം? ഇതാണ് ഗൈസ്. അത് നിങ്ങളുടെ കെട്ടിയവരോട് അവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കോ. എല്ലാവരും ഇങ്ങനെ പറയുള്ളൂ. എന്റെ അടുത്ത് പറഞ്ഞു ഡേറ്റ് ഓർത്ത് ഞാൻ പുറകിലാണ്. അതെല്ലാവരും അതെ, ഭാര്യമാരാണ് അതൊക്കെ ഓർത്ത് വെക്കേണ്ടത്. മാത്രല്ല ഇവിടത്തെ ആൾക്ക് കളർ സെൻസും ഇല്ല. കളർ സെൻസ് ഒക്കെ ഉണ്ട്. ഇല്ല, പച്ച കളർ നെയിൽ പോളിഷ് ഇട്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ഓറഞ്ച് കളർ ടോപ്പ് ഇട്ടിരിക്കുക. അപ്പൊ പറയണേ രണ്ടും ഒരേ കളറാണോ? ഏട്ടൻ പറഞ്ഞത് അതിനെ കുറിച്ചല്ല, വാങ്ങിയ ടോപ്പും ഇതും ഒരേ കളറാണല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. ഉടനെ ഉരുളും കിടന്നു. സൂപ്പർ സൂപ്പർ. അപ്പൊ ഞാൻ പറഞ്ഞേ ഈശ്വര ഇവിടെ ഉള്ളതിനോ സെൻസില്ല. ആകാശമില്ല കളർ, അവൻ അറിഞ്ഞൂടാ. ഇപ്പൊ വരണതെങ്കിലും ബോധമുള്ള വെച്ചാൽ അതും കഷ്ടമാണല്ലോ എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്നോട് പറയുക, അല്ലമ്മ ഈ ആണുങ്ങളൊക്കെ പൊതുവേ ഇതാണ് മിണ്ടരുത്. എന്റെ ഭർത്താവിന് നല്ല കളർ സെൻസ് ഉണ്ട്. ചുമപ്പോ പച്ച മഞ്ഞ നീലൊക്കെ തിരിച്ചറിയാം. ദിവസം ഇത് രാവിലെ എടുത്തൊന്ന് പൊക്കിയാൽ മതി. എന്തിനാ ഡംബിൾസ് അടിക്കാനായിട്ട് അവിടെ പോണത്? നല്ല വെയിറ്റ് ഉണ്ട്. നീ എവിടെ പൊക്കണ ആ സാധനത്തിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഇതിനുണ്ട്, ഡംബലിനേക്കാൾ കൂടുതൽ. ഞാനേ പണ്ട് വലിയ ജിമ്മായിരുന്നു, എനിക്കറിയാം എന്റെ കാര്യങ്ങളൊക്കെ. അതെ, മിസ്റ്റർ മാലിങ്കരയാണ്. മാലിങ്കര കോളേജിൽ ഞാൻ ജിംനീഷ്യം മത്സരത്തിനൊക്കെ നിന്നിട്ടുണ്ട്. ചോദിച്ചോക്ക് എന്റെ കൂട്ടുകാരോട്. ജിമ്മായിരുന്നു, എവറസ്റ്റ് ജിംനേഷ്യത്തില് സോമനാശാന്റെ ശിക്ഷന. അടുക്കളയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു, നിനക്ക് റെഡിയാക്കണം. വലിയല്ലേ ആഘോഷം. ഇപ്പൊ പറയും ചിലര് അതിനെ കുറിച്ചൊന്നും വീഡിയോയിൽ പറയാൻ പാടില്ല, ഒക്കെ രഹസ്യമായിരിക്കണം കല്യാണമൊക്കെ. നമുക്ക് എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? നമ്മുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പരസ്യമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും. വെളിച്ചെണ്ണ ഒഴിച്ചോ? കത്തിച്ചിട്ടില്ല കത്തി. ഓക്കെ ഓക്കെ, ഞാൻ കഴിക്കില്ല. ഇത് പച്ച കഴിക്കാമോ? ഇത്തിരി വരുമോ? പച്ചമുളക് ഉണ്ടാവും, എരിവുണ്ടാവും. എരിവുണ്ടെങ്കിൽ മിണ്ടരുത്. സൂപ്പറാ. ആഹാ, ഇന്നലെ കഴിച്ചോ? ഇന്ന് പ്രസാദ് ഡോക്ടർ ജിമ്മിൽ എന്ത് പറഞ്ഞു? ജിമ്മേറ്റ് ഡോക്ടറുകള് കൊറേ നാളായിട്ട് വരുന്നുണ്ടായിരുന്നില്ല ഹൈദരാബാദ്. പുറത്തോടെ പോയിക്കുവായിരുന്നു. ഡോക്ടർ വലിയ പണക്കാരനല്ലേ, ഡെയിലി ടൂറാ. ആഴ്ചയിൽ അപ്പൊ എന്നോട് വന്ന് പറഞ്ഞു കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ആ മോന്റെ പടം കണ്ടു. എന്താ നല്ല ഭംഗിയുള്ള മോൻ, അതെങ്ങനെയാ കാർത്തികനോട്ട് നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ. ചക്കിക്കൊക്കെ ചങ്കരം പോലത്തെ ഒരു പയ്യനാന്നൊക്കെ പറഞ്ഞു. പ്രസാദ് ഡോക്ടർ മറ്റേ നിക്കറൊക്കെ ഇട്ട് വന്നിട്ട് നിന്നെ എന്തോ പെങ്ങളാണെന്ന് പറഞ്ഞതാ. അങ്കിളുടെ മോൻ എന്നേലും പ്രായമുണ്ട് കേട്ടോ. ചേച്ചിക്ക് എന്റെ അതിന്റെ അപ്പുറം പ്രായമുണ്ട്. എന്നുവെച്ചാൽ അങ്കിൾ എന്നെ കാണുമ്പോ എന്റെ പെങ്ങളായെന്നുള്ളൂ. ഞാൻ പെങ്ങളാ, നല്ല പ്രായമുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ അങ്കിളുടെ മോളുടെ പ്രായമാണ് എനിക്ക് പറയും. മോളുടെ പ്രായം അതിലും താമസം. ഞാന് ഡോക്ടർ പ്രസാദ് ഹോമിയോ വിദഗ്ധൻ, ഫാമിലി ഡോക്ടറാണ്. അതെ, ഇപ്പൊ ജിമ്മേറ്റാണ്. ഇപ്പൊ ഫാമിലി ഡോക്ടറാണ്, ജിമ്മേറ്റൻ. ഗുഡ് മോർണിംഗ് ടാറ്റാ ബൈ ബൈ ഒക്കെ പറയുന്ന ആളാണ്. കടുവറ കടുവറ, മുളക് വറ മുളക് വറ. എനിക്ക് ബിരിയാണി വാങ്ങിച്ചതാണ് ഡോക്ടറുകൾ. ഒരെണ്ണം കുറച്ച് ചെയ്യുമ്പോൾ 10 കിലോ നമ്മൾ കുറച്ച് ബിരിയാണി വാങ്ങിച്ചതാണ്. 10 ബിരിയാണി കറിയില് അപ്പൊ ആ പുറത്തുനിന്ന് പോവില്ലേ? ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ
ഇളക്കി 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 ഇളക്കി. മഞ്ഞപ്പൊടിയൊക്കെ ഇടണേ. ഒന്നും ഇടണ്ട. ഒന്നും വേണ്ട. വൈറ്റാണ്, വൈറ്റ് പാവയ്ക്കേ. സൂപ്പറാ, നല്ല സാധനം ഉണ്ട്. ഇത് വേവിക്കണതിന് മുമ്പ് തന്നെ ഞാൻ കഴിച്ചു. ഇത്തിരി വരുമോ? ശകല. താങ്ക് യു. ഇത് തോരൻ, പാവയ്ക്കാ തോരൻ. ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ട്, ഇത്തിരി ഉപ്പും കൂടെ ചേർത്തു. നമ്മുടെ തോരൻ റെഡിയാണ്. ഇനി ഒരു ചെറിയ മീൻകൂട്ടാൻ പോലത്തെ ഒരു മീൻകൂട്ടാൻ. കായുണ്ട്, കഴിഞ്ഞ ദിവസം സുമേച്ചിയുടെ പിറന്നാളിന് കാളം വെക്കാനായിട്ട് മേടിച്ചതാണ്. അതിന്റെ ബാക്കിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒരു മീൻകൂട്ടാൻ ഉണ്ടാക്കണം. അപ്പോൾ ഇതായി, ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പാവയ്ക്ക വെള്ളത്തോരൻ റെഡി. ഇനി നമുക്ക് കായ കൊണ്ടൊരു മീൻകൂട്ടാൻ ഉണ്ടാക്കാം. അപ്പോൾ കായ നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു മുറി നാളികേരം ഉണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. എനിക്കും പീൽ ചെയ്യണം. എനിക്കും പീൽ ചെയ്യണം. മണോട്ട് മാത്രം തൊലി കളയുന്നത്. തൊലി കളയണോ? എനിക്കും പീൽ ചെയ്യണം. ഇവിടെ ഈശോ എന്താണല്ലേ തങ്ങക്കൂടത്തിന് എന്തിനാ പോട്ട് ഉറക്കത്തിന് അതിന്റെ വന്ന് നിൽക്കാ, പോയി കുളിക്കടാ. പിന്നെ വെളുപ്പം കാലത്ത് 6 മണിക്ക് കൂട്ടാൻ പറ്റും. എങ്ങനെ? ഇത് വെള്ളം ചേർത്ത് നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാം. ഉള്ളി എൻ്റെ തീർന്നിരിക്കുക, അതുകൊണ്ട് ഒരു പകുതി സവാള ചേർത്തിട്ടുണ്ട്. ഉള്ളിയാണ് കുറച്ചും കൂടെ സ്വാദ്. പിന്നെ ഇതാ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക്, കുടംപുളിയാണ്. ഒരു 2 വലിയ കഷ്ണം എടുത്ത് ഒന്ന് ചെറുതാക്കി കീറിയെടുത്തതാണ്. നമ്മൾ അരച്ച മസാല ഇതാ: നാളികേരം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. അടുപ്പോണാണോ? ഓണാക്കട്ടെ. ഓണാക്കൂ. ഇപ്പം ഗ്യാസ് ഓൺ ചെയ്തു. ഇനി ഇത് അടച്ചു വെച്ച് ഇത് വെന്ത് അതിന്റെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ വരട്ടെ. മറന്നുപോയി, ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർക്കണം. അപ്പൊ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്തു. ഇനി ഇത് വേവട്ടെ. അച്ഛനും ഈ വീട്ടിലെ ചെറിയ മോനും കൂടെ യോഗ ചെയ്യുമോ അവിടെ? എന്തിറങ്ങിട്ടാണോ അടുത്ത് പോയിരിക്കുന്നത്? ഇത് പോര്. എന്തൊരു പാവം കച്ചായിട്ട് കിടക്കണേ നോക്ക്, കുറുമ്പൻ. നമ്മുടെ കൂട്ടാൻ റെഡിയായി. കാണാൻ നല്ല ഭംഗിയില്ലേ ഇതോ? യെസ്. നല്ല മീൻകൂട്ടാന്റെ വാസന വരുന്നില്ലേ? യെസ്. പക്ഷെ മീനില്ല. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. പറ്റിക്കൽസാണ് മൊത്തം. നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തോട്ടെ. പിന്നെ ഓഫ് ചെയ്തു. മീനില്ലാത്ത മീൻ കൂട്ടാൻ റെഡി. അപ്പോൾ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഈ പാവയ്ക്കത്തോരൻ മീൻ കൂട്ടാനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ല സ്വാദാ. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.